സോ പറഞ്ഞു വരുന്നത് ക്രെഡിറ്റ് കാർഡിന്റെ യൂസേജിനനുസരിച്ചാണ് അത് നമുക്ക് ട്രാപ്പ് ആവുന്നതും ടൂൾ ആവുന്നതും. അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് ക്ലിയർ ആക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അത് സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ രണ്ടാൾക്കാരെ കേസ് എടുക്കാന്ന് വെച്ചോ, അപ്പോൾ രണ്ടുപേർക്കും ക്രെഡിറ്റ് ലിമിറ്റ് ഏകദേശം 20,000 ആണെന്ന് വിചാരിക്കുക. അതിൽ ഫസ്റ്റത്തെ ആള് ജസ്റ്റ് അതിലൊരു 5,000 മാത്രമേ മന്ത്ലി സ്പെൻഡ് ചെയ്യലുള്ളൂ. അതിന് അപ്പോൾ അയാൾക്ക് ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് ഇനിയും ബാക്കി കിടക്കുകയാണ്. മാത്രമല്ല ഈ 5,000 തന്നെ അയാൾ കറക്റ്റ് ബിൽ പേയ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. രണ്ടാമത്തെ ആളെ കേസിൽ ഈ 20,000 ലിമിറ്റ് ഉള്ളതിൻ്റെ 20,000 അയാൾ കംപ്ലീറ്റ്ലി സ്പെൻഡ് ചെയ്യാണ്. പുറമെ അയാൾ ബില്ല് അടക്കാനും വൈകുകയാണെന്നുള്ള ഒരു 2 സിറ്റുവേഷൻ നോക്കുക. ഫസ്റ്റത്തെ ആളെ കേസിൽ അത് ബോണസാണ്. അതുപോലെ അയാൾക്ക് ഈ 5,000 അയാൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ ക്രെഡിറ്റ് സ്കോർ കൂടും, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാഷ് ബാക്കും, അതേപോലെ ഫ്യൂവൽ കാർഡിലൊക്കെ എന്തൊക്കെയോ പോയിന്റ്സ് ഒക്കെ ബോണസ് ആയിട്ട് കയറുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്ക്. അതേപോലെ തന്നെ സെക്കൻഡ് കേസിൽ നമ്മളിപ്പോൾ അയാളെ കേസ് നമ്മൾ പറഞ്ഞു എല്ലായിടത്തും പോയിട്ട് സ്വൈപ്പ് ചെയ്യുന്നതാണ്. എല്ലാം ക്രെഡിറ്റ് കാർഡിൽ ബില്ല് വരുമ്പോൾ അടച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിയിലാണ് ഒക്കെ സ്വൈപ്പ് ചെയ്യും പോകണം. ഇങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും ഇങ്ങനെ പ്ലാൻ ഇല്ലാത്ത ഒരാൾ കേസിൽ മന്ത് എൻഡ് ആകുമ്പോൾ കയ്യിലൊന്നും എടുക്കാനും ഉണ്ടാവില്ല, ഈ ബില്ല് കറക്റ്റായിട്ട് പേ ചെയ്യാനും പറ്റില്ല. ഇയാളെ കേസിൽ ക്രെഡിറ്റ് സ്കോറും കുറയും, പ്ലസ് നമുക്ക് എന്തെങ്കിലും ലോണിൻ്റെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അതും പെടും, പ്ലസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ അടുത്ത കാർഡ് വലിക്കേണ്ടി വരും. അപ്പോൾ എന്തെൻ്റെ ഒരേ സാധനം തന്നെയാണ് രണ്ടുപേരുടെ കേസിലും. ഒരാൾ നല്ല രീതിക്ക് കൈൻഡ് ഓഫ് യൂസേജ് ആണ്. അതെ, രണ്ട് കൈൻഡ് ഓഫ് അതിൻ്റെ യൂസേജിനനുസരിച്ചിട്ടാണ് അത് ട്രാപ്പ് ആവുന്നത് ടൂൾ ആവുന്നുള്ള പറയുന്നത് ശരി തന്നെയാണ്.